ദേ ഈ കാണുന്ന ഫ്രൈഡ് റൈസ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഒരു വർഷം മുന്നേ റെസ്റ്റോറൻറ്റ് പോയപ്പോഴാട്ടോ. ഞാൻ ആദ്യമൊക്കെ ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് ഫ്രൈഡ് റൈസ് ഒന്നും വേണ്ട, എനിക്ക് എപ്പോഴും ബിരിയാണി മതി എന്ന് പറയണ ഞാൻ ഇപ്പോൾ എനിക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കിട്ടിയേക്കുന്നതാണ് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും. റൈസിൻ്റെ ഒപ്പം ബട്ടർ ചിക്കൻ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിലും ഞാൻ ചപ്പാത്തിയുടെ ഒപ്പമാണ് കഴിച്ചിട്ടുള്ളെങ്കിലും ഈ റൈസിൻ്റെ ഒപ്പം കഴിക്കുമ്പോൾ അതും ടേസ്റ്റാണ്. പക്ഷേ റൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം ആയിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുന്നു. മറ്റുള്ളതിൻ്റെ ഒപ്പം ഞാൻ കഴിച്ചിട്ടില്ല, എനിക്കറിയില്ല. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യണേ. ഞാൻ ഈ ഫ്രൈഡ് റൈസ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യണം എന്ന് മനസ്സ് വിചാരിച്ചപ്പോൾ തന്നെ അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഇങ്ങോട്ടേക്ക് മന്ത്രിച്ചു, ഇത് നല്ല ഭാരമുള്ള കാര്യമായിട്ട് ബിറ്റി, നമ്മളെയും കൊണ്ട് ഒക്കൂല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊന്നും പറ്റുന്നില്ല, ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന്. അങ്ങനെ നമ്മുടെ വീട്ടിലിരിക്കുന്ന കുറച്ച് പച്ചക്കറികളും പിന്നെ നമ്മുടെ വീട്ടിലില്ലാത്ത ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും കൂടി വാങ്ങിച്ച് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആകെയുള്ള ഒരു ഇച്ചിരി മെനക്കെട്ട പണി എന്ന് പറയുന്നത് നമ്മൾ ഈ റൈസ് വേവിച്ച് ഒന്ന് തണുക്കാൻ മാറ്റി വയ്ക്കണം. ബാക്കിയുള്ളതൊക്കെ എളുപ്പപ്പണിയായിട്ട് എനിക്ക് തോന്നിയത്. ആദ്യം അതിനായിട്ട് നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞ് അതിനകത്തേക്ക് ഇട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം അരയ്ക്കുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് പച്ചക്കറികളെല്ലാം ഇടാം. ഈ പച്ചക്കറികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ബാക്കിക്കൂടെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയാവില്ല. അതെല്ലാം ഇട്ട് കൊടുത്ത് ക്യാരറ്റും ക്യാപ്സിക്കവും ക്യാബേജും അതുപോലെ തന്നെ അതിൽ കുറച്ച് ബീൻസ് ഉണ്ടായിരുന്നു, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും ഗ്രീനും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഒരല്പം ഉപ്പും സോയാ സോസും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ അരിയും കൂടി അരി ഇടുമ്പോൾ കുറേശ്ശെ ആയിട്ട് ഇടണം കേട്ടോ, മൊത്തം ഇട്ടിട്ട് ഇളക്കാതെ പതുക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഭംഗി കൂട്ടാണ്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനും കൂടി ഇട്ട് വിതറാം. സംഭവം ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിന് അത്ര വെല്ലുവില്ലെങ്കിലും തിരക്കേടില്ലാത്ത രീതിയിൽ നമുക്കിത് കഴിക്കാം.